ഈ ആഴ്ചയിലെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച, അതായത് 2022 ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ നടന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പറയുന്നത്. ജൂൺ 12 വരെയുള്ള ചില സംഭവം നമ്മൾ കാണുന്നു. കാതോർത്ത് പദ്ധതി എന്ന് പറയുന്ന ഒരു സ്കീം സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കായുള്ള പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതി ഓരോ ജില്ലയ്ക്കും 25,000 രൂപ വീതമാണ് സർക്കാർ നൽകുന്നത്. പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ലഭ്യമാക്കുന്നതിന് ഓൺലൈൻ കൺസൾട്ടേഷൻ നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന കാതോർത്ത് പദ്ധതി എന്ന് പറയുന്നത്. സോ കാതോർത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് ആണെന്ന് ഓർത്തു വെക്കുക. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പ്രശസ്ത ചിത്രകാരൻ പി ശരത് ചന്ദ്രൻ അന്തരിച്ചു. റിച്ചാർഡ് ആറ്റൻബറിയുടെ ഗാന്ധി സിനിമയുടെ പോസ്റ്ററുകൾ തയ്യാറാക്കിയ മലയാളിയായ പ്രശസ്ത ചിത്രകാരൻ പി ശരത് ചന്ദ്രൻ മരണപ്പെട്ടു. അപ്പോൾ പരീക്ഷകൾക്കൊക്കെ ചോദിക്കാവുന്ന ചോദ്യം, പി ശരത് ചന്ദ്രൻ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചാൽ ചിത്രകാരനായിരുന്നു പി ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന. ഒരേ ഒരു ഭൂമി, പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളുണ്ട്, അതിൽ കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ. അതായത് ഈ വർഷത്തെ 2022 ജൂൺ 5 പരിസ്ഥിതി ദിന സന്ദേശമാണ് ഒരേ ഒരു ഭൂമി എന്ന് പറയുന്നത്. ഒരേ ഒരു ഭൂമി എന്ന് പറയുന്നതാണ് ഇത്തവണത്തെ പരിസ്ഥിതി സന്ദേശം എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് അവർ പ്ലാനറ്റ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ തന്നെ ഒരേ ഒരു ഭൂമി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. വിവിധ രീതിയിലുള്ള അന്തരീക്ഷ മലിനീകരണം മൂലമൊക്കെ തന്നെ പരിസ്ഥിതിക്ക് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കും. ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നുണ്ട് എല്ലാ വർഷവും. അങ്ങനെ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന പോയിന്റ് കൂടെ നമ്മൾ ഈ ക്ലാസ് റൂമിൽ പറയുന്നു. 1972 മുതലാണ് 72 ജൂൺ 5 മുതൽ 16 വരെയായിരുന്നു സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വെച്ച് മാനവ പരിസ്ഥിതി സമ്മേളനം നടന്നത്. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വെച്ച് മാനവ പരിസ്ഥിതി സമ്മേളനം നടന്നത് 1972 ജൂൺ 5 മുതൽ 16 വരെ 114 രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. ഇതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അന്നത്തെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ആണ്. അപ്പൊ ആ സമ്മേളനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അടുത്ത വർഷം മുതൽ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. 1972 ഇന്ത്യ വന്യജീവി നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 74 ഇന്ത്യയിൽ ജലമലിനീകരണ നിയന്ത്രണ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 81 വായു മലിനീകരണ നിയന്ത്രണ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 1980 വനസംരക്ഷണ നിയമവും ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഇതെല്ലാം മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്, അതെല്ലാം ഓർത്തു വെക്കുക. 85 പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് രൂപീകരിക്കുന്നത്. 1985 വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് രൂപീകരിക്കുന്നത് 85 ആണ്. ലോക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു എപ്പിസോഡാണ് 2017 ഡിസംബറിൽ പാരീസിൽ നടന്ന COP കൺട്രീസ് ഓൺ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന COP 21 എന്ന് പറയുന്ന ലോക കാലാവസ്ഥാ ഉച്ചകോടി. അതും ഇതിനു കൂടെ ഓർത്തു വെക്കേണ്ടതാണ്. പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി 72 സ്റ്റോക്ക്ഹോമിലെ പരിസ്ഥിതി സമ്മേളനത്തിൽ വെച്ച് നടത്തിയ പ്രസംഗം അവസാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളിലൂടെയാണ്. അഥർവവേദത്തിലെ ചില വാക്കുകൾ. നിന്നിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതെല്ലാം വേഗം തന്നെ വീണ്ടും തഴച്ചു വളരട്ടെ, നിന്റെ മർമ്മങ്ങളെയും ഹൃദയത്തെയും ഞങ്ങൾ ഭേദിക്കാതിരിക്കട്ടെ എന്ന പ്രശസ്തമായ വേദവാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. 1972 സ്റ്റോക്ക്ഹോം പരിസ്ഥിതി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഓർത്തുവെക്കുക. സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത്. നിലവിൽ പരിസ്ഥിതി പ്രവൃത്തി സൂചികയിൽ നിലവിലുള്ള പരിസ്ഥിതി പ്രവൃത്തി സൂചികയിൽ, ലോക പരിസ്ഥിതി പ്രവൃത്തി സൂചിക EPI എന്ന് പറയുന്നതിൽ ഏറ്റവും പിന്നിലാണ് ഇന്ത്യ. അതായത് 180 രാജ്യങ്ങളിൽ 180ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഡെൻമാർക്കാണ് ഏറ്റവും സുസ്ഥിരമായ രാജ്യം എന്ന് പറയുന്നത്. ഡെൻമാർക്കാണ്.
അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം ലോക പരിസ്ഥിതി പ്രവൃത്തി സൂചികയിൽ എത്രാം സ്ഥാനത്താണ് വെച്ചാൽ 180 സ്ഥാനത്താണ്. ഏറ്റവും മുന്നിലുള്ള രാജ്യം എന്ന് പറയുന്നത് ആരാണ്? അത് ഡെൻമാർക്ക് ആണ്. ഇതും ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഓർത്തു വെക്കേണ്ട പോയിന്റുകളിൽ പെടുന്നതാണ്. ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും പിറകിലാണെന്ന് ഓർത്തു വെക്കുക. നമ്മുടെ അയൽരാജ്യങ്ങളൊക്കെ എത്രയോ മുന്നിലാണെന്നുള്ള പോയിന്റും കൂടെ ഓർമ്മയിൽ സൂചിപ്പിക്കേണ്ടതാണ്. നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ്, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ദേശീയ സ്മാരകമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ഉള്ളത്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ദേശീയ സ്മാരകമായി മാറ്റാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓർത്തു വെക്കുക. 1978 കാലടിയിലെ ഒരു ശങ്കര സ്തൂപം നിർമ്മിച്ചിട്ടുള്ളത്. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി ഇനി മുതൽ ദേശീയ സ്മാരകമായി മാറും എന്ന് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. നൗകയിൽ ഒറ്റയ്ക്ക് പസഫിക് സമുദ്രം കടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ആളെന്ന റെക്കോർഡ് ഇനി മുതൽ ജപ്പാനുകാരനായ കെനിച്ചി ഹോറിക്ക് ആണ്. കെനിച്ചി ഹോറിക്ക് 83 വയസ്സ് ആണ്. ഒറ്റയ്ക്ക് കടലിലൂടെ സഞ്ചരിച്ച് നൗകയിൽ റെക്കോർഡിട്ട വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരാണ് കെനിച്ചി ഹോറി ആണ്. പേര് മറന്നു പോകരുത്. ആരാണ്? കെനിച്ചി ഹോറി ആണ്. ചൈനയുടെ ബഹിരാകാശ നിലയ ദൗത്യം, ചൈന മനുഷ്യൻ നിയന്ത്രിക്കുന്ന ബഹിരാകാശ നിലയമായ ചൈന മാൻ സ്പേസ് ഏജൻസി, ചൈനയുടെ മനുഷ്യൻ നിയന്ത്രിക്കുന്ന ബഹിരാകാശ നിലയമായ ചൈന മാൻഡ് സ്പേസ് ഏജൻസി നിർമ്മാണ ദൗത്യവുമായി 3 അംഗ സംഘം ചൈനയിൽ നിന്നും പുറപ്പെട്ടു. ഷെൻഡോങ്, ലിയുയാങ്, കായ്ഷു എന്നിവരടങ്ങിയ സംഘത്തെ ഷെൻഷു 14 എന്ന വാഹനത്തിലാണ് നിലയത്തിലെത്തിക്കുക. ലോകരാജ്യങ്ങൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ബഹിരാകാശ നിലയം ഇല്ല. ഇപ്പോൾ ഏക ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് റഷ്യയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഈ പറയപ്പെടുന്ന ചൈന മാൻഡ് സ്പേസ് ഏജൻസി എന്ന് പറയുന്ന ബഹിരാകാശ നിലയം സ്ഥാപിതമാവുന്നതോടുകൂടി ഇത് സ്വന്തമായുള്ള ലോകത്തിലെ ഏക രാജ്യമായി മാറും ചൈന എന്ന് പറയുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോയിന്റും ഇതിനോട് കൂടെ ഓർത്തു വെക്കാവുന്നതാണ്. മറ്റൊന്ന്, ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം പോളണ്ട് താരം ഇഗ സിയോട്ടോക്കാണ് ഈ വർഷത്തെ ഫ്രഞ്ച് വനിതാ ടെന്നീസ് ടൂർണമെന്റിൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടം ഇത്തവണ ലഭിച്ചത് പോളണ്ടുകാരിയായിട്ടുള്ള ഇഗാസിയാടെക്കിനാണ്. ഇഗാസിയാടെക്കിനാണ് ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ചാമ്പ്യൻ റാഫേൽ നദാൽ വീണ്ടും ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം ചാമ്പ്യൻ ആരാണ്? റാഫേൽ നദാൽ ആണ്. അപ്പൊ ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ഇഗാസിയാടെക്കിനും ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം ആർക്കാണ്? റാഫേൽ നദാലിനുമാണ്. റാഫേൽ നദാൽ ഫ്രഞ്ച് ഓപ്പണിൽ 14ാം കിരീടമാണ് നേടുന്നത്. 22 ഗ്രാൻഡ് സ്ലാം റെക്കോർഡുമായിട്ടാണ് റാഫേൽ നദാൽ ഇപ്പോൾ നിൽക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം കൂടെയാണ് ആര്? റാഫേൽ നദാൽ. ഇപ്പോൾ ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്ന് എന്ന് പറയുമ്പോൾ ജൂൺ 8 ലോക ബ്രെയിൻ ട്യൂമർ ദിനമായി ആചരിക്കുന്നത്. പുറത്തു വെക്കുക. ജൂൺ 8 ലോക ബ്രെയിൻ ട്യൂമർ ദിനമായി ഒബ്സർവ് ചെയ്യുന്നത്. ഏത് വർഷമാണ്? ഏത് ഡേറ്റ് ആണെന്ന് വെച്ചാൽ ജൂൺ 8 ആണ്. കേന്ദ്ര സർക്കാരിന്റെ വായ്പാ സംബന്ധമായ പദ്ധതികളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ജൻ സമത് പോർട്ടൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ജൻ സമർത്ത് പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ജൻ സമർത്ത് പോർട്ടൽ എന്ന് പറയുന്നത് കേന്ദ്ര വായ്പാ പദ്ധതികൾക്കായിട്ടുള്ള പോർട്ടൽ ആണ്. ഏത്? ജൻ സമർത്ത് പോർട്ടൽ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ജൻ സമർത്ത് പോർട്ടൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും പുതിയ മുഖവും ദേശീയ താരവും അന്താരാഷ്ട്ര താരവുമായിട്ടുള്ള മിതാലി രാജ് ക്രിക്കറ്റിൽ നിന്നും വിടവാങ്ങി. മിതാലി രാജ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നു. വനിതാ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരം, ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ടീമിനെ നയിച്ച വ്യക്തി,
എന്നീ പേരുകളിലെല്ലാം റെക്കോർഡിനുടമയായിട്ടുള്ള മിതാലി രാജ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ റെക്കോർഡ് നമ്മൾ ഇനി ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഏതെങ്കിലും പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. 105 മണിക്കൂറിൽ കൊണ്ട് 75 കിലോമീറ്റർ റോഡ് പണിതുകൊണ്ട് ഇന്ത്യ ലോക റെക്കോർഡ് റോഡ് പണിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. 75 കിലോമീറ്റർ ദേശീയപാത 105 മണിക്കൂറിൽ ടാറിംഗ് പൂർത്തിയാക്കി ദേശീയ അതോറിറ്റി ലോക റെക്കോർഡ് ഇട്ടു. മഹാരാഷ്ട്രയിലെ അമരാവതിയിലെ ലോണി ഗ്രാമം മുതൽ അക്കോളയിലെ മനാ ഗ്രാമം വരെയുള്ള റോഡാണ് ഏകദേശം 4.5 ദിവസം കൊണ്ട് പൂർത്തിയാക്കി ദേശീയപാത 53ന്റെ ഭാഗമായിട്ടുള്ള ഈ റോഡ് 105 മണിക്കൂറിൽ 75 കിലോമീറ്റർ റോഡ് പണിതുകൊണ്ടാണ് റോഡ് പണിയിൽ ലോക റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ളത്. 10 ദിവസം കൊണ്ട് 25 കിലോമീറ്റർ റോഡ് പണിത മുൻ റെക്കോർഡാണ് ഇപ്പോൾ തിരുത്തിയിട്ടുള്ളത്. ഇന്ത്യയാണ് നിലവിൽ റോഡ് പണിയിൽ ഏറ്റവും വലിയ ലോക റെക്കോർഡിനുടമ എന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ആഴ്ചയിൽ, അതായത് ജൂൺ 4 മുതൽ 12 വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ ക്ലാസ് റൂമിൽ നമ്മൾ ചർച്ച ചെയ്തത് പേപ്പർ കട്ടിന്റെ ഭാഗമായി.